ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 9ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമായിട്ടുള്ള സിമിലർ ട്രയാങ്കിളിലെ അഥവാ സദൃശ്യ ത്രികോണങ്ങളിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യമാണ് ചെയ്യാനുള്ളത്. പേജ് നമ്പർ 106 ചോദ്യം നോക്കാം. ചുവടെയുള്ള ചിത്രത്തിൽ ഒരു മട്ടത്രികോണത്തിലെ മട്ടമൂലയും 3 വശങ്ങളിലെയും ഓരോ ബിന്ദുക്കളും മൂലകളുമായി സമചതുരം വരച്ചിരിക്കുന്നു. 2 ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കണക്കാക്കുക. വശങ്ങളുടെ നീളം 3, 4, 5 സെൻറ്റിമീറ്റർ ആയ മട്ടത്രികോണത്തിൽ ഇങ്ങനെ വരയ്ക്കുന്ന സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര സെൻറ്റിമീറ്റർ ആണ്? അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് 1ാമത്തെ ചോദ്യം. ഇതിൽ ഞാൻ ചിത്രം വരച്ചിട്ടുണ്ട്. ABC ഉള്ളിലുള്ള ചതുരത്തിന് PQR എന്ന പേരുകളും നൽകി. ഞാനിതിൽ ആംഗിൾ AX ഡിഗ്രി എന്നെടുത്തു കഴിഞ്ഞാൽ ABC എന്ന ത്രികോണത്തിൽ ആംഗിൾ AX ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ B എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ആംഗിൾ C കണ്ടുപിടിക്കാൻ ഒരു ട്രയാങ്കിളിൻ്റെ സം എത്രയാണ്? 180 മൈനസ് ഈ 90ഉം Xും തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് 180 മൈനസ് ചെയ്യുക. അപ്പോൾ 180 90 പോയി കഴിഞ്ഞാൽ എത്ര? 90 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് X. അപ്പോൾ ആംഗിൾ C കിട്ടി 90 മൈനസ് X. ഇനി അടുത്തത് ട്രയാങ്കിൾ APQ എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ AX ഡിഗ്രിയാണ്. ആംഗിൾ APQ 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ Q എന്തായിരിക്കും? 90. ഓൾറെഡി 90 ഡിഗ്രിയാണ്. ഇത് ത്രികോണമാണ്. അപ്പോൾ 180 ഈ 90 മൈനസ് X നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്ത്. അപ്പോൾ നമുക്കിത് എത്ര കിട്ടി? 90 മൈനസ് X കിട്ടി. ഇനി QRC എടുത്തു കഴിഞ്ഞാലും എന്ത് നമുക്ക് കിട്ടുക? ഈ QRC ഇതെന്താണ്? QRC 90 ഡിഗ്രി. ഇനി ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. ആംഗിൾ QRC ഇത് 90 ഡിഗ്രി. ഇത് വലിയ ത്രികോണത്തിൻ്റെ ആംഗിൾ C നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്താണ്? 90 മൈനസ് X ആണ്. നമുക്ക് ഓൾറെഡി വലിയ ത്രികോണത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് 90 മൈനസ് X. അപ്പോൾ നമ്മൾ അതിനെ കണ്ടുപിടിക്കുക. ഒരു ട്രയാങ്കിളിൻ്റെ സമ്മ് 180 മൈനസ് ഇവിടെ 90 ഉണ്ട്, ഇവിടെ 90 മൈനസ് X ഉണ്ട്. രണ്ടും തമ്മിൽ ആഡ് ചെയ്തിട്ട് 90 മൈനസ് Xും തമ്മിൽ ആഡ് ചെയ്തിട്ട് 180 കുറയ്ക്കുക. 90 കൂടെ 90 കൂട്ടിക്കഴിഞ്ഞാൽ 180. അപ്പോൾ 90 മൈനസ് 180 മൈനസ് 180 എത്രയായി? 0. ബാക്കി മൈനസ് എന്താവും? പ്ലസ് X കിട്ടി. അപ്പോൾ ഈ 3 ട്രയാങ്കിളിലെയും ഈ വലിയ ത്രികോണം ABC, APQ, QRC ഈ 3 ത്രികോണങ്ങളിലും കോണുകളൊക്കെ എന്താണ്? തുല്യമാണ് എന്ന് കിട്ടി. ഇനി ഈ ചതുരത്തിൻ്റെ ഓരോ വശവും ഞാൻ എന്തെന്നെടുത്ത്? y എന്നെടുത്ത്. നമുക്കറിയാം തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സമചതുരത്തിൻ്റെ ഒരു വശം, അതായത് y കണ്ടുപിടിക്കാനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിൽ. തുല്യമായ കോണുകൾ, ഈക്വലായ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ ഞാൻ ഈ 2 ത്രികോണങ്ങൾ എടുത്ത് ത്രികോണം APQ ഈ ത്രികോണവും കൺസിഡർ ചെയ്ത് ഇനി ഓരോ ആംഗിളിൻ്റെയും ഓപ്പോസിറ്റ് കിടക്കുന്ന വശങ്ങൾ എഴുതുക. ആംഗിൾ X ഇതിൽ ആംഗിൾ Xൻ്റെ ഓപ്പോസിറ്റ് PQ, ഇതിൽ ആംഗിൾ Xൻ്റെ ഓപ്പോസിറ്റ് RC. ഇതാണ് X. ഇനി 90 മൈനസ് Xൻ്റെ ഓപ്പോസിറ്റ് AP, ഇതിൽ 90 മൈനസ് Xൻ്റെ ഓപ്പോസിറ്റ് QR. ഇനി 90യുടെ ഓപ്പോസിറ്റ്, ഇതിൽ 90യുടെ ഓപ്പോസിറ്റ് AQ, ഇതിൽ 90യുടെ ഓപ്പോസിറ്റ് QC. നമ്മൾക്ക് എന്താക്കിയിട്ട് എഴുതാം? നമുക്ക് ബൈ ആക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ PQ ബൈ RC, AP ബൈ QR, AQ ബൈ QC. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇത് 2 സെൻറ്റിമീറ്ററും ഇത് 1 സെൻറ്റിമീറ്ററും. അപ്പോൾ ഇതിൽ PQ എത്രയാണ്? PQ നമുക്ക് P മുതൽ Q വരെ എത്രയായിരിക്കും? P മുതൽ Q വരെ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? Y. P മുതൽ Q വരെ Y. അപ്പോൾ Y ബൈ RC 1 സമം AP 2 ബൈ QR Y. സമചതുരത്തിൻ്റെ വശങ്ങളായതുകൊണ്ട് y സമം AQ ബൈ QC അതുപോലെ എഴുതി. ഇനി ക്രോസ് ചെയ്ത് ഗുണിക്കുക. y ഇൻറ്റു y ഈക്വൽ ടു 2 ഇൻറ്റു 1
വൈ ഇൻറ്റു വൈ വൈ സ്ക്വയർ ഈക്വൽ ടു 2. സ്ക്വയർ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് √2. വൈ എന്ന് പറഞ്ഞ എന്താണ് സ്ക്വയറിൻ്റെ വശങ്ങളാണ്. അപ്പോൾ ഓരോ വശങ്ങളും നമുക്ക് എത്രയെന്ന് കിട്ടി വൈ എന്ന് കിട്ടി. ഇതാണ് നമ്മളോട് ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം എന്താണ്? വശങ്ങളുടെ നീളം 3, 4, 5 സെൻറ്റിമീറ്റർ ആയ മട്ടത്രികോണത്തിൻ്റെ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? അതായത് ഈ മട്ടത്രികോണത്തിൽ ഒരു വശം 3, 4, 5 ആണ് എങ്കിൽ സമയത്തിൻ്റെ ഒരു വശം എത്രയായിരിക്കും? അപ്പം ഞാൻ AB 4 എന്ന് കൊടുത്ത് BC 3, AC 5 എന്ന് കൊടുത്ത് ഇത് മൊത്തം 4 P മുതൽ B വരെ വൈ. അപ്പോൾ AP എത്രയായിരിക്കും? മൊത്തം 4 നിന്ന് ഈ വൈ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ AP 4 മൈനസ് വൈ. ഇത് മൊത്തം 3 ഇതുവരെ വൈ. കാരണം എന്താണ്? സമചതുരത്തിൻ്റെ വശമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ വശം മൊത്തം 3 നിന്ന് 4 കുറയ്ക്കുക, 3 വൈ കുറയ്ക്കുക, 3 മൈനസ് വൈ. അപ്പോൾ RC കിട്ടി. അപ്പോൾ നമുക്ക് നേരത്തെ ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? PQ/RC. ഈ രണ്ട് വശങ്ങളും തുല്യമായിരുന്നു. ഈക്വലായ തുല്യമായ കോണുകളുടെ എതിരെയുള്ള വശങ്ങൾ തുല്യം. അപ്പോൾ നേരത്തെ നമ്മൾ മുന്നത്തെ കണക്കിൽ ചെയ്തിട്ടുണ്ട്. PQ/RC ആയിരിക്കും. അതുപോലെ തന്നെ AP/QR ആയിരിക്കും. അതുപോലെ QC/QCയും ആയിരിക്കും. അപ്പോൾ നമുക്ക് PQ അറിയാം. P മുതൽ Q വരെ എന്താണ്? വൈ ബൈ RC. RC എന്താണ്? 3 മൈനസ് വൈ. ഇനി AP നോക്കുക. AP 4 മൈനസ് വൈ ബൈ QR എന്താണ്? വൈ. ഇനി ക്രോസ് ചെയ്ത് ഗുണിക്കുക. വൈ ഇൻറ്റു വൈ ഈക്വൽ ടു വൈ മൈനസ് വൈ ഇൻറ്റു 3 മൈനസ് വൈ. വൈ ഇൻറ്റു വൈ വൈ സ്ക്വയർ. ഇനി ഓരോന്നിനും ബ്രാക്കറ്റ് ഇട്ട് ഗുണിക്കുക. 4 ഇൻറ്റു 3 12. 4 ഇൻറ്റു മൈനസ് വൈ മൈനസ് 4 വൈ. മൈനസ് വൈ ഇൻറ്റു 3 മൈനസ് 3 വൈ. മൈനസ് വൈ ഇൻറ്റു മൈനസ് പ്ലസ് വൈ സ്ക്വയർ. ഇനി പ്ലസ് വൈ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ബാക്കി 12 മൈനസ് 4 വൈ മൈനസ് 3 വൈ ഉണ്ടാവും. അപ്പോൾ മൈനസ് 4 വൈ മൈനസ് 3 വൈ മൈനസ് 4 വൈ മൈനസ് 3 വൈ രണ്ടും നമ്മൾ ആഡ് ചെയ്തിട്ട് മൈനസ് ചിഹ്നം ഇടുക. അപ്പോൾ മൈനസ് 7 വൈ. 12 മൈനസ് 7 വൈ എന്ന് കിട്ടി. വൈ സ്ക്വയറിൽ നിന്ന് വൈ സ്ക്വയർ പോയി കഴിഞ്ഞാൽ 0. അപ്പോൾ 0 ഈക്വൽ ടു 12 മൈനസ് 7 വൈ. നമുക്ക് 3, 4, 5 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള മട്ടത്രികോണം വന്നു കഴിഞ്ഞാൽ ഈ ചതുരത്തിൻ്റെ വശങ്ങൾ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. മൈനസ് വൈ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് വൈ. അപ്പോൾ 0 + 7 വൈ ഈക്വൽ ടു 12 ഇൻറ്റു 7 ഇങ്ങോട്ട് പോകുമ്പോൾ വൈ. അപ്പോൾ വൈ ഈക്വൽ ടു 12/7 സെൻറ്റിമീറ്റർ. വശങ്ങളുടെ നീളം 3, 4, 5 ആയ മട്ടത്രികോണം വരച്ചു കഴിഞ്ഞാൽ ആ ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എത്രയായിരിക്കും? 12/7 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹരിച്ച് നോക്കി നോക്കാം. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ചിത്രത്തിൽ വലിയ മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ്, അതായത് വലിയ മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം വലിയ മട്ടത്രികോണത്തിന് ഞാൻ ABC എന്ന് പേര് കൊടുത്ത് അതിൽ ആദ്യം ABC എന്ന ത്രികോണം എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ A ഞാൻ X എന്നെടുത്തു. ആംഗിൾ A ഈക്വൽ ടു X. ആംഗിൾ B എന്താണ്? 90 ഡിഗ്രിയാണ്. ആംഗിൾ C എന്തായിരിക്കും? ഇത് മൊത്തം മട്ടത്രികോണമാണ്. അപ്പോൾ 90ന്ന് X കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ 90 മൈനസ് X. ഇനി ഇവിടെ രണ്ട് ത്രികോണങ്ങളുണ്ട്. ABDയും BCDയും. ഈ രണ്ട് ത്രികോണങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആദ്യം ഈ ABC ത്രികോണം നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ആംഗിൾ ഞാൻ ഇവിടേക്ക് എഴുതി. ഇനി ഇവിടേക്ക് BDC കണ്ടുപിടിക്കണം. അതിലത്തെ ഓരോ ആംഗിളുകളും കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം BDC ഇതെന്താണ്? 90 ഡിഗ്രിയാണ്. നമുക്ക് ഈ ആംഗിൾ എത്രയെന്നറിയാം? 90 ആണെന്നറിയാം. ആംഗിൾ DBC X എന്നെടുത്താൽ DBC X എന്നെടുത്താൽ ഇതെന്തായിരിക്കും? 90 ആണ്.
അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ഈ 90 എക്സ് കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. DBC എക്സ് എന്ന് എടുത്താൽ 90 മട്ടത്രികോണം. അപ്പോൾ 90 എക്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിളുകളും കിട്ടി. അപ്പോൾ രണ്ട് ത്രികോണത്തിൻ്റെയും എന്തായി, ആംഗിളുകൾ തുല്യമാണ്. അതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ രണ്ട് ത്രികോണത്തിനും കോണുകൾ തുല്യമായത് കൊണ്ട് തന്നെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും ഒരേ തോതിലായിരിക്കും, അതായത് ഒരേ റേഷ്യോയിലായിരിക്കും. ഞാൻ BD എന്ന വശം H എന്ന് എടുത്തു. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ത്രികോണത്തിൻ്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. BD ഞാൻ H എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, BD/CD ഈക്വൽ ടു AD/BD ഈക്വൽ ടു AB/BC. എന്താ കാരണം, എന്താണ്, തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും, ഒരേ റേഷ്യോയിലായിരിക്കും. അതുകൊണ്ടാണ് ഓരോ ഈക്വൽ ആയ ആംഗിളിൻ്റെയും ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകൾ എടുത്തിട്ട് നമ്മൾ എഴുതിയത്. ഇതിൽ ആംഗിൾ എക്സിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്, ആംഗിൾ എക്സിൻ്റെ ഓപ്പോസിറ്റ് BD, ഇതിൽ എക്സിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്, CD. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ് വന്നതെന്ന്. എക്സിൻ്റെ ഓപ്പോസിറ്റ് BD, ഇതിൽ എക്സിൻ്റെ ഓപ്പോസിറ്റ് ഏതാ, CD. അപ്പോൾ ഓരോ ആംഗിളിൻ്റെയും ഓപ്പോസിറ്റ് എടുക്കുക. ഇതിൽ 90 ഓപ്പോസിറ്റ് AB, കണ്ട AB. ഇതിൽ 90 ഓപ്പോസിറ്റ് ഏതാ, BC. ഇനി 90 - എക്സിൻ്റെ ഓപ്പോസിറ്റ് AD, ഇതിൽ 90 - എക്സിൻ്റെ ഓപ്പോസിറ്റ് DB. അങ്ങനെയാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. ഇനി ഓരോ അളവുകളും എടുത്തെഴുതുക. BD എത്രയാണ്, H/CD. ചിത്രത്തിൽ നോക്കുക 4 ഈക്വൽ ടു AD 9, AD ചിത്രത്തിൽ നോക്കുക 9/BD H. ബാക്കി ABയും BCയും അറിയില്ല, അതുപോലെ എഴുതി ക്രോസ് ചെയ്ത് ഗുണിക്കുക. H ഈക്വൽ ടു 9 × 4, H H² ഈക്വൽ ടു 36, H ഈക്വൽ ടു √36. റൂട്ട് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി, റൂട്ട് 36 നമുക്കറിയാം, അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. √36 എത്രയാണ്, √36 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6. അപ്പോൾ ഹൈറ്റ് കിട്ടി നമുക്ക് 6 സെൻറ്റിമീറ്റർ. നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, 1/2 × B × H. അപ്പോൾ നമുക്ക് ഇതിൽ ബേസ് എന്ന് പറയുന്നത് ഏതായിരിക്കും, AC ആയിരിക്കും. കാരണം അതാണ് ഏറ്റവും വലിയ വശം. അപ്പോൾ 9 + 4 13. അപ്പോൾ B ഈക്വൽ ടു 13, 9 + 4. പിന്നെ ഹൈറ്റ് നമുക്ക് കിട്ടി 6. ഇനി 13ഉം 6ഉം തമ്മിൽ ഗുണിക്കുക. അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 39 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് 5ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. 6ാമത്തെ ചോദ്യം, 3 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും ഉയരമുള്ള 2 കമ്പികൾ കുത്തനെ നിലത്തു നാട്ടി ഓരോ കമ്പിയും മുകളറ്റം മറ്റേ അറ്റത്തിൻ്റെ കമ്പിൻ്റെ ചുവട്ടിലേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട്. കയറുകൾ പരസ്പരം മുറിച്ചു കടക്കുന്നത് നിലത്തു നിന്ന് എത്ര ഉയരത്തിലാണ്, അതായത് ഈ ഹൈറ്റ്, ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുള്ള ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. B, കമ്പുകൾ തമ്മിലുള്ള അകലം എത്രയായാലും ഉയരം മാറുന്നില്ല എന്ന് തെളിയിക്കുക. C, കമ്പുകളുടെ നീളം AB എന്നും കയറുകൾ മുറിച്ചു കടക്കുന്ന സ്ഥാനത്തിൻ്റെ ഉയരം H എന്നും എടുത്തു കഴിഞ്ഞാൽ ABH ഇവ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക. നമുക്കിതിൽ 3 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഫിഗർ ഇവിടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്, ഒപ്പം പേരുകൾ കൊടുത്തു. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കയറുകൾ പരസ്പരം, അതായത് H, ഈ H എന്ന് തമ്മിലുള്ള അകലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം 2 ട്രയാങ്കിൾ എടുത്ത് ട്രയാങ്കിൾ ABCയും ABCയും FECയും എന്ന ട്രയാങ്കിൾ എടുത്ത് ആ 2 ട്രയാങ്കിളും നമുക്ക് കോമൺ ആയ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലും ABC ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഇനി ഈ ത്രികോണത്തിലും ഈ ചെറിയ ത്രികോണത്തിലും കോമൺ ആയി വരുന്ന ആംഗിളാണ് ACB. കണ്ട, രണ്ടിലും എന്താണ്, ഈ വലിയ ത്രികോണത്തിലും ചെറുതിലും ഇതെന്താ കോമണാ, ഇത് വലിയ ത്രികോണം, ഇത് ചെറിയ ത്രികോണം, കോമൺ ആയ ആംഗിളാണ്. നമുക്ക് പറയാം, തുല്യ ത്രികോണങ്ങളിലെയും 2 കോണുകൾ തുല്യമാണെങ്കിൽ 3ാമത്തെ കോണും എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിലെ 2 ആംഗിളുകൾ 90 ഡിഗ്രിയാണ്.
EFC ഇതാ ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, രണ്ടിലും കോമൺ ആയ ആംഗിളാണിത്. അപ്പം നമുക്ക് എന്താ പറ്റും പറയാൻ പറ്റും, മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പം നമുക്ക് തുല്യമായ കോണുകളിലെതിരെയുള്ള വശങ്ങൾ എങ്ങനെ എഴുതാം, റേഷ്യോ ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മളെങ്ങനെ എഴുതി, AC/EC ഈക്വൽ ടു BC/FC ഈക്വൽ ടു AB/EF. തുല്യമായ കോണുകളുടെ എതിരെയുള്ള വശങ്ങൾ എന്താണ്, തുല്യമാണ്. ഇനി AC/EF ഈക്വൽ ടു BC, B മുതൽ C വരെ X പ്ലസ് Y ബൈ FC എന്താണ്, Y ഈക്വൽ ടു AB 3EFH. ഇനി ക്രോസ് ചെയ്യാനെക്കാട്ടി മുന്നേ നിന്ന് ഓർഡർ ആക്കിയിട്ട് എഴുതുന്നത് വേണ്ടി X പ്ലസ് Y ഈക്വൽ ടു 3/H. അപ്പോൾ ഞാൻ ആദ്യം 3/H ഈക്വൽ ടു X പ്ലസ് Y/3 നേടി. എന്ത് ചെയ്തു, റെസിപ്രോക്കൽ എടുത്ത് നമുക്ക് H ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കേണ്ട ആൾ മുകളിൽ വരണം. അപ്പോൾ തിരിച്ച് റെസിപ്രോക്കൽ രണ്ട് സൈഡിലും ഇട്ട് H/3 ഈക്വൽ ടു Y/X പ്ലസ് Y. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി അടുത്തത്, ഈ ചിത്രത്തിൽ നമുക്ക് എന്ത് പറയാം, DBCയും കോമൺ ആയി വരുന്ന ആംഗിളാണ്. അത് മാത്രമല്ല DCBയും EFCയും എന്താണ്, 90 ഡിഗ്രിയാണ്. ആംഗിൾ ഡിയും ആംഗിൾ BEFും ഈക്വലാണ്. ഈക്വലായ ആംഗിളുടെ എതിരെയുള്ള വശങ്ങൾ നമുക്ക് ഒരേ തോതിലായിരിക്കും മാറുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ മറ്റ് സൈഡുകൾ എടുത്തിട്ട് BD/EBE ഈക്വൽ ടു BE/BF ഈക്വൽ ടു CD/EF എന്ന് എഴുതി. അതുപോലെ BC X പ്ലസ് Y ആണ്, ബൈ BF എന്താണ്, BF X, പിന്നെ ബാക്കി വശം 2/5. നേരത്തെ ചെയ്ത പോലെ നമ്മളൊന്ന് ഓർഡർ ആക്കിയിട്ട് ആദ്യം എഴുതി 2/H ഈക്വൽ ടു X പ്ലസ് Y/H. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ H മേലെയാണ് വേണ്ടത്. അപ്പോൾ തിരിച്ച് റെസിപ്രോക്കൽ ഇടുക. H/2 ഈക്വൽ ടു X/X പ്ലസ് Y. ക്രോസ് ചെയ്ത് ഗുണിക്കണ്ട, കാരണം നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഒരു സൈഡും മറ്റേ സൈഡും ആഡ് ചെയ്യാൻ പോവാണ്. അവിടെ H/3, ഇവിടെ H/2. H/3 പ്ലസ് H/2 ഈക്വൽ ടു Y/X പ്ലസ് Y പ്ലസ് X പ്ലസ് X/X പ്ലസ് Y. ഇനി H/3 പ്ലസ് H/2 ഈക്വൽ ടു, രണ്ടിലും നേരെ എന്താണ്, Y പ്ലസ് X ആഡ് ചെയ്ത് രണ്ടിലും സെയിം ആയ കാരണം കോമൺ ആയിട്ടൊരു പ്രാവശ്യം എടുത്ത് എഴുതി. അപ്പോൾ രണ്ടും സെയിം നമ്പറാണ്. അപ്പോൾ വെട്ടിക്കളയുമ്പോൾ എത്രയായി, 1. അപ്പോൾ H/3 പ്ലസ് H/2 ഈക്വൽ ടു 1 എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഹൈറ്റ്. അപ്പോൾ ക്രോസ് ചെയ്യുക. H/2 പ്ലസ് H/3/3 × 2 ഈക്വൽ ടു 6. 2 × H 2H പ്ലസ് 3 × H 3H ബൈ 3 × 2 6 ഈക്വൽ ടു 1. ബൈ 6 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 2H പ്ലസ് 3H ഈക്വൽ ടു 6. 2H കൂടെ 3H കൂട്ടിക്കഴിഞ്ഞാൽ 5H സമം 6. H സമം ഇൻറ്റു 6 ഇൻറ്റു 5 ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ 6/5. 6നെ 5ആയിട്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1.2 മീറ്റർ എന്ന് കിട്ടും. രണ്ടാമത്തെ ചോദ്യം, കമ്പുകൾ തമ്മിലുള്ള അകലം എത്രയായാലും ഉയരം മാറുന്നില്ല എന്ന് തെളിയിക്കുക. അത് നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി, H/3 ഈക്വൽ ടു H/2 എത്രയാണ്, 1 ആണ്. അപ്പോൾ നമുക്കിതൊന്ന് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ, കമ്പുകളുടെ അകലം എത്ര കൂടിയാലും എന്ത് ചെയ്യില്ല, ഉയരം മാറില്ല. കാരണം ഉയരം എന്തിനെ ആശ്രയിക്കുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അകലം എത്ര കൂടിയാലും ഹൈറ്റ് എത്രയാണ്, 1.2. ഉയരത്തിൽ എന്ത് ചെയ്യില്ല, മാറ്റം വരില്ല. ഇതാണ് സെക്കൻഡ് ചോദ്യം. ഇനി തേർഡ് ചോദ്യത്തിലേക്ക് കടക്കാം. തേർഡ് ചോദ്യം എന്താണ്, നമ്മളിപ്പോൾ എടുത്ത വശങ്ങൾ നീളം 2, 3 ഉണ്ടായിരുന്നു. അതിൻ്റെ പകരം ആ വശങ്ങൾ AB എന്നും ഹൈറ്റ് H എന്നും എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുന്നു. അതായത് നമ്മൾ നേരത്തെ പഠിച്ചത് H/3 ആണോ H/2 ആണോ, H/3 പ്ലസ് H/2 ഈക്വൽ ടു 1. 3യുടെയും 2യുടെയും പകരം എന്ത് കൊടുക്കുക, Aയും Bയും കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ H/A പ്ലസ് H/B ഈക്വൽ ടു 1. ക്രോസ് ചെയ്യുക. H/B പ്ലസ് H/A ബൈ A × B ഈക്വൽ ടു 1ൻ്റെ പകരം എന്ത് കൊടുക്കുക, H എന്ന് കൊടുക്കുക. ഇനി H/B പ്ലസ് HA ബൈ A × B. ഇനി ഇതെത്രയാണ്, 1 ആണ്. ഇക്വേഷൻ നമുക്കിവിടെ 1 ആയിരുന്നു. അപ്പോൾ 1 തന്നെ കൊടുത്താൽ മതി. ഇവിടെ ബൈ AB ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി, ഇൻറ്റു
ഇവിടെ രണ്ടിലും ആര് കോമൺ ആണ്? എച്ച് കോമൺ ആണ്. അപ്പോൾ എച്ചിനെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് ബ്രാക്കറ്റിൽ എ പ്ലസ് ബി എന്ന് എഴുതി ഈക്വൽ ടു ബൈ എ ബി ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു നമുക്ക് എഴുതാം. എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ എച്ച് ഈക്വൽ ടു ഇൻറ്റു ബി പ്ലസ് എ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ. അപ്പോൾ എ ബി ബൈ ബി പ്ലസ് എ. അപ്പോൾ എയും ബിയും എച്ചും തമ്മിലുള്ള ബന്ധം എച്ച് ഈക്വൽ ടു എ ബി ബൈ ബി പ്ലസ് എ ആയിരിക്കും. ഇതാണ് ആറാമത്തേലെ മൂന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇനി ഈ ഭാഗത്തിൽ നമുക്ക് ഒരു ചോദ്യം കൂടി എന്ത് ചെയ്യാനുണ്ട്? ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം. ചിത്രത്തിൽ എ ബി സി എന്ന ത്രികോണത്തിലെ കോൺ എ ഇവിടെ സമഭാജിയാണ് എ പി. അത് കോൺ എ ഇതിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, എ ബി പി എന്ന ത്രികോണത്തിലും സി പി ക്യു എന്ന ത്രികോണത്തിലും കോണുകളാണെന്ന് ഒരേ കോണുകളാണെന്ന് തെളിയിക്കുക. ബി പി ബൈ ബി സി കാണുക, ബി പി ബൈ ബി സി കാണുക. ഏത് ത്രികോണത്തിലും ഒരു കോണിൻ്റെ സമഭാജി ഇരുവശത്തെ മുറിക്കുന്നത് കോൺ ഉൾപ്പെടുന്ന വശങ്ങളുടെ അംശബന്ധത്തിലാണെന്ന് തെളിയിക്കുക. അപ്പോൾ ഇതാണ് ചോദ്യം. ചിത്രം ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് എ ബി പി സി പി ക്യു എന്ന ത്രികോണത്തിലെ കോണുകളൊക്കെ എന്താണെന്ന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം എ സി ക്യു എന്ന ത്രികോണത്തിൽ എ സിയും അതേപോലെ തന്നെ ക്യു സിയും എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. ആംഗിൾ സി എ ക്യൂവും സി ക്യു പിയും എക്സ് ഡിഗ്രി എന്നെടുത്ത് നമുക്കറിയാം. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമാണ്. അത് മാത്രമല്ല കോൺ എ പി എന്ത് ചെയ്യുന്നുണ്ട്? സമഭാഗം ചെയ്യുന്നുണ്ട്. സമഭാജിയാണ്, ബൈസെക്ടറാണ്. അപ്പോൾ നമുക്ക് കിട്ടി ഈ രണ്ട് കോണുകളും എന്താണ്? എക്സ് ഡിഗ്രി. സി എ ക്യൂവും ബി എ പിയും ഈ രണ്ട് കോണുകളും എന്താണ്? എക്സ് ഡിഗ്രിയാണ്. അടുത്ത ത്രികോണം എടുക്കുക. എ ബി പിയും സി പി ക്യൂവും എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ സി പി ക്യൂവും എ പി ബിയും ഈ രണ്ട് കോണുകൾ എന്താണ്? എതിർ കോണുകളാണ്. ഈ രണ്ട് കോണുകൾ എതിർ കോണുകൾ, ഓപ്പോസിറ്റ് ആംഗിൾ. ഇനി ആംഗിൾ എയും ആംഗിൾ ക്യൂവും എന്താണ്? എക്സ് ഡിഗ്രിയാണ്. അപ്പോൾ എന്തായിരിക്കും? ആംഗിൾ എ ബി പിയും പി സി ക്യൂവും ഇതിലെ ഈ രണ്ട് കോണും ഈക്വൽ ആണെങ്കിൽ ബാക്കിയുള്ള രണ്ട് കോണുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടി ഒരു ത്രികോണത്തിൽ രണ്ട് കോണുകൾ തുല്യമാണ്. കണ്ട, ഈ രണ്ട് കോണുകളും തുല്യമാണെങ്കിൽ മറ്റ് രണ്ട് കോണുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞാൽ ബി പിയും ബി സിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോണുകൾ തുല്യമാണെങ്കിൽ അതിൻ്റെ വശങ്ങൾ ഒരേ തോതിലായിരിക്കും മുറിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് എഴുതാം ബി പി എ ബി ബൈ ക്യു സി. അപ്പോൾ നമുക്ക് എഴുതി എ ബി ബൈ ക്യു സി. ക്യു എവിടെയാണ്? ക്യു സി. എ ബി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. എ ബി ബൈ ക്യു സി ഈക്വൽ ടു ബി പി ബൈ പി സി. ഇത് രണ്ടും എന്താണ്? എക്സ് ഡിഗ്രി. ഇത് എക്സ് ഡിഗ്രി, ഇതും എക്സ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ്. അടുത്തത് എ പി ബൈ പി ക്യു. ഈ ആംഗിൾ സിയുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ. അപ്പോൾ നമുക്കറിയാം എ ബിയും അതുപോലെ തന്നെ ക്യു സിയും എത്രയാണ്? 3. എ ബി 5 ബൈ ക്യു സി 3. ബാക്കി രണ്ടെണ്ണം അതുപോലെ എഴുതി. നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ബി പിയും പി സിയും തമ്മിലുള്ള പി സിയും കണ്ടുപിടിക്കുക. ഇത് 3 ഈക്വലാണ്. അപ്പോൾ എ ബി ബൈ ക്യു സി എന്താണോ അത് തന്നെയായിരിക്കും ബി പി ബൈ പി സിയും എ പി ബൈ ക്യു സിയും വരിക. ബി പി ബൈ ക്യു സി ഈക്വൽ ടു 5/3. ഇനി ഏത് ത്രികോണത്തിലും ഒരു കോണിൻ്റെ സമഭാജി എതിർവശത്തെ മുറിക്കുന്നത് കോൺ ഉൾപ്പെടുന്ന വശത്തിൻ്റെ അംശബന്ധത്തിലാണെന്ന് തെളിയിക്കുക. അപ്പോൾ നമുക്ക് ബി പി ബൈ പി സിയും എ ബി ബൈ എ സിയും എ ബി ബൈ ബി സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ എന്തായിരിക്കും? സമഭാജി മുറിക്കുന്ന
ഈ ബി പിയും പി സി തമ്മിലുള്ള അംശബന്ധവും എ ബിയും എ സി തമ്മിലുള്ളതും ഒരേ അംശബന്ധത്തിലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് ആദ്യത്തെ 7 ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഇനി നമുക്ക് 2 ചിത്രങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, വരയ്ക്കാനുണ്ട്. അത് നോക്കാം. ഇവിടെ ഒന്നാം ചോദ്യം പറഞ്ഞിരിക്കുന്നത് ചുവടെ വരച്ചിരിക്കുന്ന ത്രികോണത്തിൻ്റെ അതേ കോണുകളുള്ള വശങ്ങൾ നീളം 1/4 1/4 മടങ്ങായിട്ട് ത്രികോണം വരയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്. ഇതെന്താക്കിയിട്ട് എല്ലാ വശങ്ങളും 1.5 മടങ്ങാക്കിയിട്ട് മാറ്റി വരയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് കോണുകൾ വ്യത്യസ്തവും വശങ്ങളെ നീളം 1.5 മടങ്ങുമായിട്ടുള്ള ഒരു ചതുർഭുജം വരയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 ചോദ്യങ്ങൾ എന്ത് ചെയ്ത് നോക്കാം. ഇനി ഈ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ഈ ഓരോ വശങ്ങളും 1.5 മടങ്ങാവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന റഫ് ഫിഗറുള്ള ട്രയാങ്കിൾ ഇതാണ്. ഇത് 8 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ 1 മടങ്ങ്. അപ്പോൾ 4 × 1/4 ഈക്വൽ ടു ഈ 1/4 നമ്മൾ മാറ്റുമ്പോൾ എങ്ങനെ എഴുതുക, 1/4 ക്രോസ് ചെയ്യുക. 1 × 4 4, 4 കൂടെ 1 കൂട്ടിയ 5/4. അപ്പോൾ നമ്മൾ 4 × 5/4 എഴുതി. 4 വെട്ടിക്കളഞ്ഞ് 5 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് 6 × 5/4. 5 × 6 30, 30/4. 34 അടിച്ചു കഴിഞ്ഞാൽ 7.5 സെൻറ്റിമീറ്റർ. ഇനി 4 ചെയ്തു. ഇനി 8 × 5/4. 5 × 8 40/4. 40/4 എത്ര, 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, 10 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. ഞാൻ അതിന് എ പി ക്യൂ, 4ൻ്റെ അവിടെ പി ക്യൂ എന്ന് കൊടുത്ത്. ഇനി 6 എത്രയാണ്, 7.5 പി ആർ, അതായത് പി ക്യൂ ആർ എന്ന് കൊടുത്ത്. ഇനി ഇത് ക്യൂ ആർ. അപ്പോൾ ആദ്യം ഞാൻ ഒരു 10 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചു. ശേഷം കോമ്പസിൽ ഓരോ അളവ് നമുക്ക് അളന്നെടുക്കാം. ഇവിടെ 4 സെൻറ്റിമീറ്ററിനോട് എത്ര എടുത്തിരിക്കണത്, 5. കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുത്തു, ഒരു ആർക്ക് വരച്ചു. ഇനി 6 സെൻറ്റിമീറ്ററിൻ്റെ 7.5 ഇവിടെ കുറവുണ്ട് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കൂട്ടി വരച്ച് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. നമുക്ക് ഇവിടെ എത്രയാണ്, 5 സെൻറ്റിമീറ്റർ കൂട്ടി വരയ്ക്കുക. ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 7.5 സെൻറ്റിമീറ്റർ. ഒപ്പം നമ്മൾ പേരുകൾ എഴുതി, പി ക്യൂ ആർ. ഇത് 10 സെൻറ്റിമീറ്റർ, പി ക്യൂ 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്ററിൻ്റെ 7.5 സെൻറ്റിമീറ്റർ. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്, ഇതിലെ ഓരോ വശങ്ങളും എത്ര മടങ്ങാവണം, 1.5 മടങ്ങായിട്ട് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1.5 മടങ്ങായിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഓരോ വശങ്ങളെയും 1.5 ആയിട്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം. ആദ്യം ഓരോ വശങ്ങൾ എടുക്കുകയാണെങ്കിൽ ആദ്യം 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം രണ്ടാമത്തേൽ ഫസ്റ്റ് പാർട്ട് ചെയ്യുമ്പോൾ 1 നമ്മൾ മാറ്റണം. 1/2 മാറ്റുമ്പോൾ ഒരു 2 കൂടെ 1 കൂട്ടിയ 3/2 എന്ന് കിട്ടി. അപ്പോൾ ഓരോ വശത്തെയും നമ്മൾ മാറ്റാൻ വേണ്ടി പോവുകയാണ്. അതിൽ ആദ്യത്തെ വശം 6 × 1.5 എത്രയാണ് നമ്മൾ മാറ്റി. അപ്പോൾ 6 × 3/2. 6 3 18, 18 2 /2 = 9. ഇനി അടുത്ത വശം എടുക്കുകയാണെങ്കിൽ
3 ഇൻറ്റു 3/2 3 3 9 9/2 സമം 4.5. അടുത്തത് 5 ഇൻറ്റു 3/2 5 3 15 15ൻ്റെ പകുതി 7.5. അടുത്തത് 2 ഇൻറ്റു 3/2 രണ്ടും രണ്ടും ക്യാൻസലാക്കി ബാക്കി 3 സെൻറ്റിമീറ്റർ. ലാസ്റ്റ് വൺ 4 ഇൻറ്റു 3/2 4 3 12 12/2 സമം 6. അപ്പോൾ ഈ അളവിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഓരോന്നും വരച്ചു നോക്കാം. ഇവിടെ വരയ്ക്കാം, ശ്രദ്ധിക്കുക. ആദ്യം 6 സെൻറ്റിമീറ്ററിൻ്റെ വരയ്ക്കാം. 6 സെൻറ്റിമീറ്ററിനെ നമ്മൾ മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയത് 9 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ആദ്യം 9 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചു. 9 സെൻറ്റിമീറ്ററിൽ വര വരച്ചു. ഞാൻ ജസ്റ്റ് റഫായിട്ട് നിങ്ങൾക്ക് വരച്ച് കാണിക്കാം. ഇവിടെ 6നെ മാറ്റിയപ്പോൾ നമുക്ക് 9 സെൻറ്റിമീറ്റർ. ഇവിടെ ഡയഗണൽ ഈ വശം 3നെ മാറ്റിയപ്പോൾ 4.5. ഇനി 5നെ മാറ്റിയപ്പോൾ 7.5. ഒരു വശം ഉണ്ടായിരുന്നു 4 4നെ മാറ്റിയപ്പോൾ 6 4നെ മാറ്റിയപ്പോൾ 6. ഇനി ഈ വശം 2നെ മാറ്റിയപ്പോൾ 3. അപ്പോൾ ആദ്യം നമ്മൾ 9 സെൻറ്റിമീറ്ററിൽ വര വരച്ചു. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, 7.5 സെൻറ്റിമീറ്റർ എടുക്കാം. 7.5 സെൻറ്റിമീറ്ററിൽ ആദ്യം ഈ ഡയഗണലിൽ മാർക്കിയത്. അടുത്തത് ഇവിടുന്ന് എത്രയാണ്, 4.5 4.5. രണ്ടും തമ്മിൽ ആദ്യം കൂട്ടി യോജിപ്പിച്ചു. ഇവിടെ 4.5 ഇവിടെ 7.5. അടുത്തത് 6 സെൻറ്റിമീറ്റർ എടുക്കുക. 6 സെൻറ്റിമീറ്റർ എടുക്കുക, ആർക്ക് വരയ്ക്കുക. അടുത്തത് 3 സെൻറ്റിമീറ്റർ എടുക്കുക, ആർക്ക് വരയ്ക്കുക. 6 കുറവുണ്ട്, അപ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, എടുത്തതിന് ശേഷം നീട്ടി വരച്ച് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. മൂന്ന് സെൻറ്റിമീറ്റർ ഇവിടെ എത്രയാണ്, 6 സെൻറ്റിമീറ്റർ. ഇതാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇനി നമുക്കിതിൽ ഒരു ചോദ്യം കൂടി ചെയ്യാനുണ്ട്. കോണുകളെല്ലാം വ്യത്യസ്തവും വശങ്ങളുടെ എല്ലാം നീളം ഇതിൽ 1/4 മടങ്ങായിട്ട് വരുന്ന ചതുർഭുജം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വശങ്ങളുടെ നീളം 1.5 മടങ്ങ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെയാണ് അളവുകൾ വരിക. പക്ഷെ വികരണം നമ്മളിപ്പോൾ 7.5 എടുത്തില്ലേ, അതിൻ്റെ പകരം നിങ്ങൾ വേറെ സംഖ്യ എടുത്ത് വരയ്ക്കുക. അത്ര മാത്രം മാറ്റം ഇതിൽ ചെയ്യേണ്ടുള്ളൂ. അളവുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ആംഗിൾ ഓൾറെഡി എന്ത് ചെയ്യും, മാറും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ 9 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചു. നമ്മൾ 7.5 എടുത്ത് അതിൻ്റെ വേറെ സംഖ്യ എടുത്ത് ഞാൻ എത്ര എടുക്കണത്, ഒരു 8.5 എടുത്ത് 8.5 എടുത്ത് ഒരു ആർക്ക് വരച്ച് 4.5 അതുപോലെ തന്നെ എടുക്കുക. 8.5 മാത്രം, അതായത് 7.5നെ മാറ്റിയിട്ട് 8.5 വേറൊരു വ്യത്യാസവും ഇല്ല വരച്ച് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. 4.5 8.5. അടുത്തത് 6 സെൻറ്റിമീറ്റർ എടുക്കുക, ആർക്ക് വരയ്ക്കുക. 3 സെൻറ്റിമീറ്റർ എടുക്കുക, ആർക്ക് വരയ്ക്കുക. 6 സെൻറ്റിമീറ്ററിന് കുറച്ച് കുറവുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇത് 8.5 ഇവിടെ 6 ഇവിടെ 3 9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്ക് വരയ്ക്കാനുള്ളത് ഇവിടെ 3 സെൻറ്റിമീറ്റർ ആയിരുന്നില്ല, ഇവിടെ എത്ര സെൻറ്റിമീറ്റർ ആണ്, 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ വരച്ചതിൽ എന്ത് വരും, ഇവിടെ വരയ്ക്കുമ്പോൾ
ഇത് മൊത്തം 3 ഉണ്ട്. അതിൻ്റെ പകരം നിങ്ങൾ ഇവിടെ എത്ര മാർക്ക് ചെയ്യുക? 2 സെൻറ്റിമീറ്ററിന് നമ്മൾ ഓൾറെഡി മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? 3 തന്നെ, 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം ഞാൻ ആദ്യം എന്ത് ചെയ്യുക? ഒന്ന് വായിക്കാം. ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് 6 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഈ ത്രികോണത്തിൻ്റെ ഓരോ വശത്തിൻ്റെയും 4 മടങ്ങ് വശമായിട്ടുള്ള ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഓരോ വശത്തിൻ്റെ പകുതി ആയാലോ? ഇത് ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പരപ്പളവ് അഥവാ ഏരിയ എത്രയാണ്? 6 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പരപ്പളവ് 4 മടങ്ങാവുമ്പോൾ, 4 മടങ്ങ് മീൻസ് 4 ടൈംസ് ആവുമ്പോൾ എത്രയാണ്? അപ്പോൾ എന്ത് ചെയ്യുക? 6 ഇൻറ്റു 4 സ്ക്വയർ ചെയ്യുക. 6 ഇൻറ്റു 4 സ്ക്വയർ, 6 ഇൻറ്റു 4 സ്ക്വയർ 16. 16 ഇൻറ്റു 6 96 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താ പഠിക്കുന്നത്? വശങ്ങൾ പകുതി ആവുമ്പോൾ, ഹാഫ് ആവുമ്പോൾ അല്ലെങ്കിൽ പകുതി ആകുമ്പോൾ 6 ഇൻറ്റു 1/2 സ്ക്വയർ. 6ൻ്റെ സ്ക്വയർ 36 ഇൻറ്റു 1ൻ്റെ സ്ക്വയർ 1/2ൻ്റെ സ്ക്വയർ 4, 36/4. 36 നാലായിട്ട് ഹരിച്ച് നമുക്ക് ഒരു 4 36 ഹരിക്കണം 4, ഒരു 4 1/4 ഒരു 36ൻ്റെ സ്ക്വയർ. 6ൻ്റെ സ്ക്വയർ നമുക്ക് എടുക്കണ്ട, ഒരു 6ആണ്. ഒരു 6/4, 6 ഹരിക്കണം 4, ഒരു 4 6 4 പോയി കഴിഞ്ഞ് 2.054 20. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 1.5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് പേജ് നമ്പർ 112 വരുന്ന മൂന്നാമത്തെ ചോദ്യം. ഇതിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്താൽ മതി? കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇതിലൊരു ഭാഗം കൂടി ചെയ്യാനുണ്ട്. ആ ഭാഗങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത് ചോദ്യം നോക്കാം. 2 മട്ടത്രികോണങ്ങളുടെ ലംബവശങ്ങളുടെ മാറ്റം ഒരേ തോതിലാണെങ്കിൽ അവയുടെ കർണങ്ങളിലെ മാറ്റവും ഇതേ തോതിലാണ് എന്ന് തെളിയിക്കുക. അതാണ് നമ്മോട് ചെയ്യാൻ വന്നിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. അതിൽ പറയുന്നത് എന്താണ്? 2 മട്ടത്രികോണങ്ങൾ. അപ്പം ഞാൻ 2 മട്ടത്രികോണങ്ങൾ വരച്ച്, ഇതൊരു മട്ടത്രികോണം, ഇത് മറ്റൊരു മട്ടത്രികോണം. വശങ്ങളുടെ പേര് ഞാൻ ABCPQR എന്ന് കൊടുത്ത്. നമുക്ക് ഒരേ തോതിലാണ് മൂന്നാമത്തെ വശവും. 2 വശങ്ങളും മട്ടത്രികോണങ്ങളിൽ ഒരേ തോതിലാണെങ്കിൽ കർണം ഒരേ തോതിലാണെന്ന്. അപ്പോൾ നമുക്ക് പറയാം, ലംബവശങ്ങൾ എന്ന് പറയുമ്പോൾ ABയും BCയും ഒരേ തോതിലാണെങ്കിൽ അപ്പോൾ ABയും BCയും, അതുപോലെ തന്നെ PQവും QRും. അപ്പോൾ നമുക്ക് പറയാം, ഇതിൻ്റെ ലംബവശങ്ങളൊന്ന് AB/PQ = BC/QR ആണ്. അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആണെങ്കിൽ മൂന്നാമത്തെ വശമായിട്ടുള്ള ACയും PQവും എന്തായിരിക്കും? ഒരേ തോതിൽ തന്നെയായിരിക്കും മാറുന്നുണ്ടാവുക. 2 വശങ്ങളുടെ മാറ്റം ഒരേ തോതിലാകുകയും അവയ്ക്കിടയിലെ കോണുകൾ തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങൾ എന്തായിരിക്കും? സദൃശ ത്രികോണങ്ങൾ അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾ ആണ്. അപ്പോൾ മൂന്നാമത്തെ വശവും, അതായത് ACയും PRും ഒരേ തോതിൽ തന്നെയായിരിക്കും മാറുന്നുണ്ടായിരിക്കുക. ഇതാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു മട്ടത്രികോണങ്ങളുടെ ഏതെങ്കിലും 2 വശങ്ങളിലെ മാറ്റം ഒരേ തോതിലാണെങ്കിൽ മൂന്നാമത്തെ വശവും മാറ്റവും ഇതേ തോതിലാണ് എന്ന് തെളിയിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യണം? 2 മട്ടത്രികോണങ്ങൾ എടുക്കുക. മട്ടത്രികോണം ഞാനൊന്ന് വരയ്ക്കാം. മട്ടത്രികോണങ്ങൾ എടുത്ത് ABCPQR ഇതാണ് മട്ടത്രികോണങ്ങൾ. അപ്പോൾ ഞാൻ 2 ത്രികോണങ്ങൾ എടുത്ത് ABCPQR. നമ്മൾക്ക് ഓൾറെഡി ACയും അതുപോലെ തന്നെ PRും BCയും QRും
ക്വസ്റ്റ്യനിൽ നമ്മോട് തെളിയിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൂന്നാമത്തെ വശങ്ങളിലെ മാറ്റം ഒരേ തോതിലാണെന്ന്. അപ്പോൾ നമ്മൾ എടുക്കുക എ സിയും പി ആറും അതുപോലെ തന്നെ ബി സിയും ക്യു ആറും ഏതെങ്കിലും രണ്ട് വശങ്ങൾ ഒരേ തോതിലാണെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ രണ്ട് വശങ്ങൾ ഒരേ തോതിലാണെന്ന് എടുത്ത്. അപ്പോൾ രണ്ടും ഒരേ തോതിലായതുകൊണ്ട് ഞാൻ കോൺസ്റ്റന്റ് കൊടുത്ത് കെ എന്ന്. ആദ്യം എ സി ബൈ പി ആർ ഈക്വൽ ടു കെ എന്ന് കൊടുത്തു. അതിൽ എ സി കണ്ടുപിടിക്കണമെങ്കിൽ പി ആർ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ആവും. അപ്പോൾ എ സി ഈക്വൽ ടു കെ ഇൻറ്റു പി ആർ, അതായത് കെ പി ആർ. ഇനി ബി സി ബൈ ക്യു ആർ ആണെങ്കിൽ ബി സി ബൈ ക്യു ആർ ഈക്വൽ ടു കെ, ബി സി ഈക്വൽ ടു കെ ഇൻറ്റു ക്യു ആർ, അതായത് കെ ക്യു ആർ എന്നായി. നമുക്ക് ഇനി ഈ രണ്ട് വശങ്ങളും ഒരേ തോതിലാണെങ്കിൽ ഈ വശം, അതായത് എ ബിയും പി ക്യുവിൻ്റെയും കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലംബവശമാണ്. എ ബി കണ്ടുപിടിക്കാൻ കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ, ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ. എ സി നമുക്ക് ഓൾറെഡി നേരത്തെ കിട്ടിയിട്ടുണ്ട് കെ പി ആറിൻ്റെ സ്ക്വയർ മൈനസ് ബി സി കിട്ടിയിട്ടുണ്ട് കെ ക്യു ആറിൻ്റെ സ്ക്വയർ. രണ്ടിലും കെ കോമൺ ആണ്, പുറത്തേക്ക് എടുത്തു. കെ സ്ക്വയറും ഈ കെ സ്ക്വയറും പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉണ്ടാവുക? പി ആർ സ്ക്വയർ മൈനസ് ക്യു ആർ സ്ക്വയർ. അപ്പോൾ കെ കോമൺ ആയതുകൊണ്ട് തന്നെ ഒരെണ്ണമായിട്ട് പുറത്തേക്ക് എടുത്തു. കെ ഇൻറ്റു റൂട്ട് ഓഫ് പി ആർ സ്ക്വയർ മൈനസ് ക്യു ആർ സ്ക്വയർ. പി ആറിന്ന് ക്യു ആർ കുറച്ച് കഴിഞ്ഞാൽ പി ആറിന്ന് ക്യു ആർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പി ക്യു കിട്ടും. അപ്പോൾ കെ ഇൻറ്റു പി ക്യു. അപ്പോൾ നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ എ ബിയും പി ക്യുവും, അതായത് എ ബി ഈക്വൽ ടു കെ പി ക്യു എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ ഇൻറ്റു പി ക്യു കൊണ്ട് പോകുമ്പോൾ എന്തായി? ബൈ പി ക്യു. അപ്പോൾ നമുക്ക് കിട്ടി എ ബിയും പി ക്യുവും എന്താണ്? ഒരേ തോതിൽ, അതായത് ഒരേ തോതിൽ തന്നെയാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ എഴുതി മൂന്നാമത്തെ വശവും ഒരേ തോതിലാണ് മാറുന്നത്. ഇതാണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു ത്രികോണം വരച്ച് അതിനുള്ളിൽ ഒരു കുത്തിടുക. ഇതാണ് ഒരു ത്രികോണം. അതിൽ കുത്തിട്ട് കുത്തുകൾ ഇടുക. ത്രികോണത്തിൻ്റെ മൂലകൾ ഈ കുത്തുകളുമായി യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. ഇവ ഓരോന്നും അവയുടെ പകുതി കൂടി പുറത്തേക്ക് നീട്ടി വരച്ച് ഒരു വലിയ ത്രികോണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ 1.5 മടങ്ങാണ് എന്ന് തെളിയിക്കുക. അത് ആദ്യം വരച്ച ത്രികോണത്തിൻ്റെ 1.5 മടങ്ങാണ് ഈ വലിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം എന്ന് നമുക്ക് തെളിയിക്കണം. ഈ ചോദ്യം തെളിയിക്കാനായിട്ട് ഞാൻ ആദ്യം ത്രികോണത്തിൻ്റെ പേരുകൾ കൊടുത്തു. എ ബി സി പി ക്യു ആർ, അതുപോലെ സെൻറ്ററിന് ഒ എന്നും കൊടുത്തു. ആദ്യം ഞാൻ ഒ പി ക്യു എന്ന ഭാഗവും ഒ എ ബി എന്ന ഭാഗവും എടുത്തു. നമുക്ക് പറയാൻ സാധിക്കും ഒ ക്യു മുതൽ ബി വരെ, അല്ലെങ്കിൽ ക്യു എ അതുപോലെ തന്നെ ഒ ബി ഒ ക്യു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒ ബി എന്ന് പറഞ്ഞാൽ ഇത് ഒ ബി. അതുപോലെ തന്നെ ഒ എ എടുത്തു കഴിഞ്ഞാൽ ഒ എ എന്ന് പറഞ്ഞാൽ എ പി. ഒ എ എന്ന് പറഞ്ഞാൽ എ പിയുടെ 1.5 മടങ്ങായിരിക്കും. അതുപോലെ തന്നെ ഒ ബി എന്ന് പറഞ്ഞാൽ ക്യു ആറിൻ്റെ അതല്ല, ഒ ബി എന്ന് പറഞ്ഞാൽ ഒ ക്യു ആണ്. ഒ ബി എന്ന് പറഞ്ഞാൽ ഒ ക്യുവിൻ്റെ 1.5 മടങ്ങായിരിക്കും. അപ്പോൾ അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ രണ്ട് വശങ്ങളും മാറുന്നത് ഒരേ തോതിലാണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ എ ഒ ബിയും പി ക്യു ആറും എ ഒ ബി അതുപോലെ തന്നെ പി ഒ
ശ്രദ്ധിക്കുക, ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഇവിടെ. AOBയും POQയും ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം ഈ OA എന്ന വശവും OB എന്ന വശവും മാറുന്നത് ഒരേ തോതിലാണ്. അപ്പം നമുക്ക് പറയാം AB എന്ന് പറഞ്ഞാൽ PQൻ്റെ 1.5 മടങ്ങായിരിക്കും. ഇനി അതുപോലെ ഞാൻ BC എടുത്ത് BC എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടെ മാറുന്നുണ്ടായിരിക്കുക. നമുക്ക് പറയാം BC എന്ന് പറഞ്ഞാൽ QR-ൻ്റെ 1.5 മടങ്ങാണ്. അതുപോലെ AC എന്ന് പറഞ്ഞാൽ PR-ൻ്റെ 1.5 മടങ്ങാണ്. അപ്പോൾ നമുക്ക് പറയാം ഈ വലിയ ത്രികോണത്തിൻ്റെ വശങ്ങളെല്ലാം ആദ്യ ത്രികോണത്തിൻ്റെ എന്താണ്? 1.5 മടങ്ങാണെന്ന് പറയാൻ സാധിക്കും. ഇനി ഈ അധ്യായത്തിലെ അവസാനത്തെ ചോദ്യം നോക്കാം. ഒരു ചതുർഭുജത്തിനകത്തെ ഒരു ബിന്ദുവും ചതുർഭുജത്തിൻ്റെ മൂലകളും യോജിപ്പിക്കുന്ന വരകൾ ഒരേ തോതിൽ പുറത്തേക്ക് നീട്ടുന്നു. ഈ വരകളുടെ അറ്റങ്ങൾ യോജിപ്പിച്ച് മറ്റു ചതുർഭുജം ഉണ്ടാക്കുന്നു. 2 ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, വലിയ ചതുർഭുജത്തിൻ്റെ വശങ്ങൾ ചെറിയ ചതുർഭുജത്തിൻ്റെ വശങ്ങളെ ഒരേ തോതിൽ വലുതാക്കിയതാണെന്ന് തെളിയിക്കുക. 2 ചതുർഭുജങ്ങളും ഒരേ കോണുകളാണെന്ന് തെളിയിക്കുക. അപ്പോൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഫിഗർ ഒന്ന് ആദ്യം മാറ്റി വരയ്ക്കാം. ഇതാണ് 4ാമത്തെ ചോദ്യം വരയ്ക്കുന്നത്. അതിൻ്റെ ഫിഗർ ഞാൻ ആദ്യം ജസ്റ്റ് റഫായിട്ടാണ് വരയ്ക്കുന്നത്. അതുപോലെ ഒരു പച്ച കളറിലാണ് ഉള്ളത്. അതിൻ്റെ ഡയഗണൽസ് കൂട്ടി യോജിപ്പിച്ച് ഞാൻ ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുകയാണ്. ABCD നമ്മൾ എന്താ കൊടുക്കുക? SPQRO എന്ന് കൊടുത്തു. ഇതാണ് ഫിഗർ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ത്രികോണം കൺസിഡർ ചെയ്ത് OPQ OAB നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലത്തെ രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. OA എന്ന് പറഞ്ഞാൽ OA = OP ഇൻറ്റു ഒരു കോൺസ്റ്റൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ OB എന്ന് പറഞ്ഞാൽ OQ ഇൻറ്റു ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ 1.5 മടങ്ങാന്ന് പ്രൂവ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് 2 വശങ്ങൾ എന്താണ്? ഒരേ തോതിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ AOB എന്ന കോണും POQ എന്ന കോണും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം AB എന്ന് പറഞ്ഞാൽ PQ ഇൻറ്റു ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ OPQ എന്ന ആംഗിളും OPQ എന്ന ആംഗിളും OAB എന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. OQP എന്ന ആംഗിളും OBA എന്ന ആംഗിളും തുല്യമായിരിക്കും. അപ്പോൾ ഇതേ സിമിലർലി നമുക്ക് പറയാം ഈ BC എന്ന് പറഞ്ഞാൽ QR ഇൻറ്റു ഒരു കോൺസ്റ്റൻ്റ് ആണ്. AD എന്ന് പറഞ്ഞാൽ SP ഇൻറ്റു ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതായത് വലിയ ചതുർഭുജത്തിൻ്റെ വശങ്ങൾ ചെറിയ ചതുർഭുജത്തിൻ്റെ വശങ്ങളെ ഒരേ തോതിലാണ് വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഇവിടെ 4 ജോഡി ത്രികോണങ്ങളിലെ കോണുകളൊക്കെ എന്തായിരിക്കും? തുല്യവുമായിരിക്കും. 2ാമത്തെ ചോദ്യം പറയുന്നത് എന്താണ്? 2 ചതുർഭുജങ്ങൾക്കും ഒരേ കോണുകളാണെന്ന് തെളിയിക്കുക. അപ്പോൾ നമുക്ക് പറയാം PQRS എന്ന് പറയുന്ന ചെറിയ ചതുർഭുജത്തിൻ്റെ മൂലകൾ വരുന്ന ABCD എന്ന വലിയ ചതുർഭുജമുണ്ട്. അതിൻ്റെ മൂലകൾക്കും എന്തായിരിക്കും? ഒരേ കോണുകൾ തന്നെയായിരിക്കും. ഇതോടുകൂടിയിട്ട് ഈ അധ്യായം അവസാനിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പ്രൂഫൊക്കെ ആയ കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. എന്നാലും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.